ചെയ്യുന്നത് സൈഡ് നാവിലുള്ള ഓരോ എലമെന്റ്സ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത് പാരന്റ് ചൈൽഡ് എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പാരന്റ് ആണ്. പാരന്റിനകത്ത് ഒരു ചൈൽഡ് ഉണ്ട്. ആ ചൈൽഡിലാണ് നമ്മുടെ ലാബിലും റീഡയറക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മുടെ പാരന്റ് ആണ്. പാരന്റിൽ HRF കൊടുത്തു കഴിഞ്ഞാൽ പാരന്റുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കറസ്പോണ്ടിങ് പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഐക്കൺ ആണ്. ഇതൊക്കെ നമുക്ക് മറ്റേ ഐക്കൺ ഡോട്ട് ഈ ഒരു കമ്പോണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ HRF നമ്മുടെ ഫ്രണ്ട് എൻഡ് ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ആക്ഷൻ, ഏതിലോട്ടാണ് പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളെ പ്രൊജക്ടിന്റെ പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടിലേക്ക് പോയി. അതാണ് ഇതില് ഈ റൂട്ട് എന്നുള്ളതിൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് പാത്ത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ, അതായത് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. സപ്പോസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HRF ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കുക വെച്ചാൽ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കണില്ല, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിന് ചിൽഡ്രൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓൾ പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഷ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തിലേക്ക് പോകുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു പാത്ത് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ അത് പ്രോഡക്ട്സ് കാറ്റഗറി പറഞ്ഞിട്ടുള്ള വേറൊരു പാത്ത് കാറ്റഗറി പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകും. അപ്പോൾ അത് അതിലോട്ട് പോയിട്ടുണ്ട്. ഇനി എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എഡിറ്റിന്റെ ഭാഗത്ത് ഓക്കെ, എഡിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി നമ്മുടെ കാറ്റഗറിന്റെ ഇന്റേണൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ. നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ലാഷ് എഡിറ്റ് പിന്നെ സ്ലഗ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്കത് ആ കേസ് ഇവിടെ കൊടുത്തിട്ടില്ല, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സൈഡ് ബാറിലേക്ക് ഒന്ന് പോയേക്കാം. സൈഡ് ബാറിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നാവ് ഐറ്റംസ്. ഇവിടെ നാവ് ഐറ്റംസ് നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ലൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ലൂപ്പ് ചെയ്തിട്ട് നാവ് ഐറ്റം റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റിലേക്ക് പോയിട്ട് ഇതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചൈൽഡ് ഉണ്ടെങ്കിൽ ചൈൽഡ് കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഓൾറെഡി നേരത്തെ കണക്ട് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനി കാറ്റഗറിയുടെ തേർഡ് വ്യൂ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊഫൈൽ ഡ്രോപ്പ് ഡൗൺ ഇതും ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷനാണ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സെറ്റിംഗ്സ് ഡ്രോവർ ഇതാണ്. ഓക്കെ, പിന്നെ സൈഡ് ബാർ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ്. സൈഡ് ബാറിൽ നമ്മൾ ഇങ്ങനെ ഒരു കൊളാപ്സ് ചെയ്യുന്നൊരു ഇത് ഇങ്ങനെ ഈ ഒരു ഫങ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാവ് ഐറ്റംസ് മേ ബി ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ കണ്ടില്ല, നാവ് ഐറ്റംസ് നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിട്ട് ഇവിടെയാണ് അത് ലൂപ്പ് ചെയ്ത് ഡാറ്റ ഷോ ചെയ്യുന്ന ലോജിക് ഒക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടാബ് ബാർ നമ്മുടെ മൊബൈൽ വ്യൂവിൽ മാത്രമേ കാണിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടാബ് ബാറിന്റെയും നാവ് ഐറ്റംസ് തന്നെ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ റോ ആയിട്ട് ജസ്റ്റ് കൊടുത്തിട്ടാണ്. മൊബൈൽ വ്യൂവിൽ നമുക്ക് എല്ലാം കാണിക്കേണ്ട ആവശ്യം വരൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് അതിന്മേ കാര്യമായിട്ട് വർക്ക് പ്രൊസീഡ് ചെയ്തിട്ടില്ല. തൽക്കാലം ഇപ്പൊ ഇത് ഇവിടെ അങ്ങനെ കടന്നോട്ടെ. ഓക്കെ, പിന്നെ UI കമ്പോണൻസ് പറഞ്ഞാൽ അതാണ് നമ്മളെ കാർഡ്, ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇതിനാണ് ഡാറ്റ ടേബിൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കാർഡ്, ഈ ഒരു സെക്ഷൻ കണ്ടോ, ഈ ഒരു കർവ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു സെക്ഷൻ, ഇതിനാണ് നമ്മൾ കാർഡ് എന്നൊക്കെ പറയുന്നത്.
മൾട്ടിപ്പിൾ കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഡ്രോവർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ്. ഡ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് അത്. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റിന്റെ എഡിറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ ഇവിടുന്ന് ഓക്കെ, ഈ ഒരു സംഭവം ഈ സെറ്റിങ്സ് വന്നില്ലേ, അതുപോലെയാണ് ഡ്രോവർ വർക്ക് ആവുക. പിന്നെ ഫിൽറ്റർ മൊഡാല്, അതായത് ഇവിടെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോപ്പപ്പ് കണ്ടല്ലോ, ഓക്കെ, ഇതിനാണ് മൊഡാൽ എന്ന് പറയാം. ഓക്കെ, ഇതിൽ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന പർപ്പസും കാര്യങ്ങളൊക്കെ അതിനാണ് ഫിൽറ്റർ മൊഡാൽ എന്ന് പറയുന്നത്. ഇതൊക്കെ കമ്പോണന്റ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു പുതിയൊരു ഇത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇമേജ് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമേജ് പ്രിവ്യൂ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആ ഒരു കൈൻഡ് ഓഫ് ലോജിക് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കാൻബൻ. അതിപ്പോ നോക്കണ്ട, ലിസ്റ്റ് പിക്കർ അതാണ് ആക്ച്വലി ഇതിനകത്ത് കിടക്കുന്ന ഇതൊരു ലിസ്റ്റ് പിക്കർ ആണ്. ഇതിനകത്ത് നമുക്ക് സെർച്ചും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും, പേജിനേറ്റഡ് ആണ്, അങ്ങനെ കുറെ ഫങ്ഷനാലിറ്റി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂജ് ഡാറ്റ, ഞാൻ പറഞ്ഞില്ലേ സ്കെയിൽ, ഇതിപ്പോ 1000 ഡാറ്റ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അതിനപ്പുറത്തൊക്കെ വരുമ്പോൾ മേ ബി ഇത് അത്ര എഫിഷ്യന്റ് ആയിട്ട് വരില്ല. നമുക്ക് സെർച്ച് ചെയ്ത ഐറ്റംസ് കണ്ടുകിട്ടാനും പിന്നെ അത്രയും ഡാറ്റ ഇവിടെ ലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാനൊക്കെ മേ ബി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ API വെച്ചിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ് കാറ്റഗറി ഒക്കെ ഫെച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ സ്റ്റേഷനറിന്റെ ഇത്രയും കാര്യങ്ങൾ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ലോഡായി വരേണ്ടതാണ്. ഇവിടെ മേ ബി ഫങ്ഷനാലിറ്റി കണക്റ്റഡ് ആവില്ല എന്ന് തോന്നുന്നുണ്ട്. സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ ഒരു എറർ അവിടെ അടിക്കുന്നുണ്ട്. മേ ബി സെർച്ച് കറി ബാക്ക് എൻഡിൽ ആക്ച്വലി ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഓക്കെ, ആക്ച്വലി ഒരു പാക്കേജ് ഉണ്ട്. ഓക്കെ, അത് ബാക്ക് എൻഡിൽ ഇൻസ്റ്റാൾഡ് അല്ല, അത് കാരണമാണ് ഇത് ഇഷ്യൂ അടിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ജാങ്കോ സോളിറ്റൈസ് എന്നുള്ളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻസ്റ്റാൾ ആയി വരേണ്ട ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എററാണ് ഈ കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്കത് ഈ ഒരു സെർച്ച് വർക്ക് ആവാത്ത കാരണം അതാണ്. ഓക്കെ, സാറ്റ് ലുക്കപ്പ് അല്ല, പകരം എന്താണ് ഒരു വേറൊരു കൈൻഡ് ഓഫ്, ഐ മീൻ ഇപ്പൊ പ്രോഡക്റ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാക്ട്ലി അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് അടിച്ചോളണമെന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഒരു പാക്കേജ് മിസ്സിംഗ് ആയതാണ്. ഓക്കെ, അത് പിന്നീട് കറക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു വർക്ക് ഫ്ലോക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കത് നെക്സ്റ്റ് ഞാൻ വൺസ് ഇത് ഈ ഒരു ഏരിയ ഒക്കെ കണക്ട് ചെയ്തതിനു ശേഷം അഡീഷണൽ ആയിട്ട് വേറെ ടാസ്ക് തരാം. പിന്നെ നമുക്ക് ജസ്റ്റ് ടാബ് ബാർ ഞാൻ പറഞ്ഞു മൊബൈലിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നാവ് ഐറ്റംസിന് സിമിലർ ആയിട്ടുള്ള ഒരു ലോജിക് തന്നെയാണ് നാവ് ഐറ്റം സൈഡ് ബാറിനും സിമിലർ ആയിട്ടുള്ള ഒരു ലോജിക് തന്നെയാണ് അവിടെയും വരിക. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. UI നമ്മള് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ UIs. ഓക്കെ, ഇവിടെ ലിസ്റ്റ് പിക്കർ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ നെക്സ്റ്റ് പേജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ താഴെ കിടക്കുന്ന ഒരു 3 ബട്ടൺ ഒക്കെ കാണും. അതായത് നെക്സ്റ്റ്, പ്രീവിയസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണ് ഇത് പ്രീവിയസ്, ഇത് നെക്സ്റ്റ്, ഇതാണ് പേജിനേഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇവിടെ പേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മിക്കവാറും ഒരു ടെക്സ്റ്റ് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് കണ്ടില്ലേ, പേജ് ഓഫ്. ഇത് കംപ്ലീറ്റ്ലി ഈ താഴത്തെ ഈ ഒരു കമ്പോണന്റിനാണ് എന്ത് പറയുന്നത്, പേജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആണ്. പിന്നെ സെർച്ച് ബാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിലുള്ള ഈ ഒരു സെക്ഷൻ ആണ്. അതിലെ അതിനകത്തുള്ള എലമെന്റ്സ് അതിൽ 2 ഉള്ളത്. ഒരു സെർച്ച് ചെയ്യുന്നതും ഉണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ടാവും. അതൊക്കെ ഇതിനകത്തായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. ഇതിലിപ്പോ കൊടുത്തിട്ടുള്ളത് ഇൻപുട്ട് ഫീൽഡ്, പിന്നെ ഒരു
ബട്ടൺ സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഫിൽറ്റർ ബട്ടൺ ഇവിടെ അല്ല കൊടുത്തിട്ടുള്ളത്. അകത്തല്ല കൊടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഓരോ കമ്പോണന്റ് ആക്കിയിട്ട് ചെയ്തു എന്നല്ലോ. ഈ കമ്പോണന്റിന്റെ ആക്ച്വൽ യൂസേജ് ആ ഒരു കറസ്പോണ്ടിങ് പേജിലാണ് യൂസേജ് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ കോണ്ടെക്സ്റ്റ് ഇപ്പൊ നോക്കണ്ട, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കോണ്ടെക്സ്റ്റ് ഇപ്പൊ നോക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ലേഔട്ട് എന്ന് പറയുന്നത് അതും ഇപ്പോൾ ഫോക്കസ് ചെയ്യണ്ട. ഇത് നമ്മളെ ഒതന്റിക്കേഷൻ ലേഔട്ട് എന്ന് പറയുന്നത് ലോഗിൻ വ്യൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. യൂസ് ചെയ്യുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ഒതന്റിക്കേഷന്റെ ആ ഒരു ബേസിക് ലേഔട്ട് സെറ്റ് ചെയ്യാൻ, ആ ഒരു ഒതന്റിക്കേഷന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേഔട്ടാണിത്. ഓക്കെ, പിന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് ഇതിലാണ് നമ്മുടെ എൻ്റെ പ്രോജക്റ്റിന്റെ ഒരു ലേഔട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഹെഡർ, സൈഡ് ബാർ, ഫൂട്ടറും ടാബ് ബാറും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ടോപ്പ് ലേഔട്ട് എന്നൊക്കെ പറഞ്ഞുള്ള കമ്പോണൻസ് ആണ്. ഇതിനകത്ത് ഉള്ള സബ് കമ്പോണൻസ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതിലൊന്നും ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. എൻ്റെ പ്രോജക്റ്റിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഒരു UI മൊത്തത്തിൽ മാറുന്ന സമയത്ത് നമുക്ക് അതിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടുള്ളൂ. അതും ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഈ സാമ്പിൾ ഡാറ്റ നോക്കണ്ട, അത് നമ്മുടെ ഒരു മൊഡ്യൂൾ ജസ്റ്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പൊ അതും ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ പ്രോജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ചേഞ്ച് ഹാൻഡ്ലർ, നമുക്ക് ഡാറ്റ ഓൺ ചേഞ്ച് എന്നുള്ളൊരു മെത്തേഡ് കംപ്ലീറ്റ്ലി എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഓരോ മൊഡ്യൂളും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറസ്പോണ്ടിങ് ഫിക്സസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതങ്ങനെ സ്റ്റേബിൾ ആക്കി നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പിന്നെ യൂസ് ടോസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ്. ആ പാക്കേജ് എന്ന് പറയുന്നത് അതാണ് ഈ അടുത്തടുത്ത് കൂടെ വരുന്ന ഒരു പോപ്പ് മെസ്സേജ്, ഈ കാറ്റഗറി ഡാറ്റ ലോഡഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ വരുന്നത്. അതൊരു പാക്കേജാണ്. ആ പാക്കേജിനെ ഒരു ഹുക്ക് ആക്കി കീപ്പ് ചെയ്തേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വേറെ ഇതൊന്നും നോക്കണ്ട. ഓക്കെ, പിന്നെ ഇതൊന്നും ഇപ്പൊ നോക്കണ്ട. സ്റ്റോറേജ് നമുക്ക് നോക്കേണ്ടി വരും. അതും ഇപ്പോ ഇതിന്റെ യൂസേജ് വരുന്നില്ല, ഓൾറെഡി കണക്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അതിലേക്ക് പോകണ്ട. പിന്നെ നമ്മുടെ പേജസിനകത്ത് ഇവിടെയാണ് നമ്മൾ ലോഗിൻ ലോജിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോഗിൻ പേജിനകത്ത് ഉള്ള അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ ലോഗിൻ പേജിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, യൂപോസ് ബില്ലിംഗ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഈ ഒരു സെക്ഷൻ ആയിരിക്കും ബേസിക്കലി ഇവിടെ ഈ ലോഗിൻ പേജിനകത്ത് വരിക. കണ്ടോ, സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട്, അതാണ് ഈ കണക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു പി ടാഗിനകത്ത് വെൽക്കം ബാക്ക്, ഓക്കെ. പിന്നെ ഈ ഒരു ആ ഫോമാണ് എന്ത് കിടക്കുന്നത്, ഇത്രയും സെക്ഷൻ കിടക്കുന്നുണ്ടാവുക. ഓക്കെ, സൈനപ്പ് ബട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇത്രയായിരിക്കും. ഓക്കെ, ഈ സൈനപ്പ് ബട്ടൺ ഹാവ് ആൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരുന്നത്, സോറി, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് പറഞ്ഞ പോർഷൻ ഇവിടെയാണ്. അവിടെ തൊട്ട് ഇതൊക്കെ ഇത്രയും സെക്ഷന് വേറെ കാറ്റഗറി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോറി, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫോമിൽ ബട്ടണൊക്കെ ഫോമിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഉണ്ട്, വീണ്ടും ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, ഒരു ചെക്ക് ബോക്സ് ഇൻപുട്ട് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ഇൻപുട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കമ്പോണന്റ് ആണ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പോണന്റ് ആണ്. അപ്പൊ അതിലേക്ക് എസെൻഷ്യലി പാസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് ലേബലാണ് അതിൽ കാണിക്കേണ്ടത്, എന്ത് ടൈപ്പാണ് അതിൽ, പ്ലേസ് ഹോൾഡർ, അതായത് ഡാറ്റ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ അഡ്മിൻ എന്നുള്ള ഒരു ഇത് ഓൾറെഡി ക്രോം ഇൻജെക്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും കൊടുത്തില്ലാണ്ടെങ്കിൽ u@example.com
അതാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് ഇൻപുട്ടിന് ടൈപ്പ് ടെക്സ്റ്റ് ആണോ റേഡിയോ ആണോ സെലക്ട് ആണോ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ വാല്യൂ, അതിൽ എന്ത് വാല്യൂ ആണ് കാണിക്കേണ്ടത്, ഫോം ഡോട്ട് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോം എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനകത്ത് എന്തൊക്കെ വാല്യൂസ് ആണ്, ഇമെയിൽ, പാസ്വേഡ്. അപ്പോൾ ഫോം ഡോട്ട് ഇമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ എം ടി ആയത് കാരണം ആ എം ടി വാല്യൂ ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മളൊരു ലോജിക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ ബേസിക് വേർഷൻ. ഓൺ ചേഞ്ചിൽ എന്തെങ്കിലും ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഫോമിൽ വാല്യൂ സെറ്റ് ചെയ്യുക. അതായത് പ്രീവിയസ് ഫോം വാല്യൂ ഇവിടെ എടുക്കുക. എന്നിട്ട് ഇമെയിൽ എന്നുള്ള കറസ്പോണ്ടിങ് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ ഇമെയിലാണ് ഇതിന്റെ നമ്മളവിടെ ചേഞ്ച് ചെയ്ത് വരുത്തുന്ന വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ റിയാക്ടിന്റെ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്. എങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടും. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഓൺ ചേഞ്ച്. നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഒക്കെ അത് ഹാൻഡിൽ ചെയ്തോളും, നമ്മളിവിടെ നോക്കണ്ട. ഇതിന്റെ ബേസിക് വേർഷൻ ആണ്. പിന്നെ റിക്വയർഡ്, ഇത് മാൻഡേറ്ററി ആണോ അല്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിക്വയർഡ് കൊടുക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഐക്കൺ എന്താണെന്ന് മനസ്സിലാവില്ല, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ, നമ്മളെ ഇൻപുട്ട് ഫീൽഡിനകത്ത് ഇവിടെ ഒരു ഐക്കൺ കണ്ടില്ല, അതിനാണ് ലെഫ്റ്റ് ഐക്കൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ ഇൻപുട്ട് ഫീൽഡിനകത്ത് ലെഫ്റ്റ് ഐക്കൺ എന്നുള്ളൊരു കീ ഒരു ഐക്കൺ വന്നിക്കണമെങ്കിൽ അതവിടെ ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ഐക്കൺ ഉണ്ടെങ്കിൽ റൈറ്റ് ഐക്കൺ, അതുപോലെ ലെഫ്റ്റ് ഐക്കൺ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഐക്കണും എന്നുള്ള രീതിയിൽ അവിടെ നമ്മളെ ഇൻപുട്ടിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻപുട്ട് ഫീൽഡ് ഇവിടെ സെറ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫോമിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു പേജിനെ സംബന്ധിച്ച് ഒരു ഫോമേ ഉള്ളൂ. ചിലപ്പോൾ പേജിനെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ഫോം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സ്റ്റേറ്റിലുള്ള നെയിം, എഡിറ്റ് ഫോം, ഇപ്പൊ സപ്പോസ് ഇപ്പൊ കാറ്റഗറി എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു മെയിൻ ഫോം, ഇപ്പൊ യൂസേഴ്സിന്റെ ഒരു ഫോം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു യൂസർ രജിസ്ട്രേഷൻ ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. മേ ബി യൂസറിന്റെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും, അഡ്രസ്സും കളക്ട് ചെയ്യേണ്ടി വരും വിചാരിക്കുക. നമ്മളതിൽ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് ഒരു മോഡലിലും അഡ്രസ്സ് വേറെ മോഡലിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫോമായിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ യൂസർ ഫോം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതേപോലെ വേറെ കോപ്പി എടുത്തിട്ട് അഡ്രസ് ഫോം എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫീൽഡുകളും ഇവിടെ മാറ്റം വരുത്തേണ്ടി വരും. അതിനനുസരിച്ച് ഫീൽഡിലോട്ട് അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് ചേഞ്ച് വരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ചസ് വരും. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അത് ബട്ടൺ ആദ്യം കാണിച്ചിട്ടാ, നമ്മുടെ പാസ്വേഡ് ഇതല്ല, ബട്ടൺ സൈൻ ഇൻ. ഓക്കെ, സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് ടൈപ്പ് സബ്മിറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് സബ്മിറ്റ് ഹാൻഡ്ലർ ഇവിടെ വർക്ക് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഹാൻഡിൽ സബ്മിറ്റ് റിയാക്ട് ഫോം ഇവന്റിന്ന് അത് എടുക്കും, ഓട്ടോമാറ്റിക് എടുക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഓൺ ക്ലിക്കിൽ ഈ ഹാൻഡിൽ സബ്മിറ്റിനുള്ള ബട്ടൺ കൊടുത്ത് അതിന്റെ കണക്ഷൻ കൊടുത്താലും മതി. ഓക്കെ, രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഹാൻഡിൽ സബ്മിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ ബട്ടന്റെ പേരും ടൈപ്പും സബ്മിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡാണ് ഇത് റൺ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ബട്ടൺ കൊടുത്തിട്ട് ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ സബ്മിറ്റ് കൊടുത്താലും സെയിം ബിഹേവിയർ തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമ്മളെ റീലോഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോജിക്ക് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും വാലിഡേഷൻസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവും. ഓക്കെ, ഇവിടെ ലോഡിങ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ചെയ്യാന്നുള്ള രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് സ്പീഡായിട്ട് പോകും. ഇവിടെ ലോഡർ വന്നു. ഓക്കെ, ഈ ലോഡിംഗ് ആണ് ഈ ലോഡിങ് ട്രൂ ആയി കഴിഞ്ഞാൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി കഴിഞ്ഞാൽ ലോഡിങ് ഫാൾസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയി നിൽക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇമെയിൽ ലോഗിൻ എന്നുള്ളൊരു മെത്തേഡ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, നമ്മളെ ബാക്ക് എൻഡിലോട്ട് കോൾ പോവാണ്. ഇവിടെയാണ് നമ്മൾ ബാക്ക് എൻഡ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല നേരത്തെ, അതിന്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഇമെയിൽ ലോഗിന്റെ സമയത്ത് ഇമെയിൽ, പാസ്വേഡ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്.
ഫോമിന്റെ ഇമെയിൽ, പാസ്വേഡ്, പിന്നെ ടോസ്റ്റിന്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ, യൂസർ ഡാറ്റ എന്നുള്ള ഒരു രീതിയിൽ ഇതിലൊക്കെ നാവിഗേറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇത് ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെന്റ് അല്ല. ബേസിക്കലി ഇമെയിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കുറച്ച് പാരാംസ് പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ പാരാംസ് നമുക്ക് ഇവിടെ ചിലത് ഇവിടെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പാരാമായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇമെയിൽ, പാസ്വേഡ്, ഷോർട്ട് ടോസ്റ്റ്, ഓൺ സക്സസ്, ഓൺ എറർ, ഇത്രയും കാര്യങ്ങളാണ് പാരാമായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ API റിക്വസ്റ്റിലേക്ക് പാസ് ചെയ്യുന്നു. API റിക്വസ്റ്റ് നമ്മളെ കോമൺ മെത്തേഡ് API യൂട്ടിൽ കോമൺ എന്നുള്ളതിൽ നിന്നാണ് ലോഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉള്ളിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് പാസ്വേഡ് ലോഗിൻ എന്നുള്ള എൻഡ് പോയിന്റ് എന്താണോ ആ എൻഡ് പോയിന്റ് ഇതാണ്. ആ എൻഡ് പോയിന്റ് ഇവിടെ കൊടുക്കുക. ആ പോസ്റ്റ് മെത്തേഡ്, റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ ഡിലീറ്റ് ആണോ എന്നൊക്കെ നോക്കുക. അതിനുള്ള മെത്തേഡ് ഇവിടെ കൊടുക്കുക. പിന്നെ പേലോഡ്. ഓക്കെ, പോസ്റ്റ് ആകുമ്പോൾ ബേസിക്കലി പേലോഡ് ഫോം ഡാറ്റ അല്ലെങ്കിൽ റോ ബോഡി ഒക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട. ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പാസ് ചെയ്യുമ്പോൾ മതി. അത് പാരാമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ്, റിക്വസ്റ്റ് പോയിട്ട് അതിന്റെ റെസ്പോൺസ് ഇവിടെ കിട്ടും. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസ് സക്സസ് ആണോ ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പോകും. സക്സസ് ആണെങ്കിൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോഗിൻ സക്സസ്ഫുൾ എന്നുള്ള രീതിയിൽ കാണിക്കും. പിന്നെ ഓൺ സക്സസ് എന്നുള്ളതിൽ ഡാറ്റ നമ്മൾ സക്സസ് ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാരാമിലേക്ക് ഡാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്ത് സംഭവിക്കുക വെച്ചാൽ ആ ഡാറ്റ അവിടെ റിട്ടേൺ ചെയ്ത് അവിടെ കിട്ടും. ഓക്കെ, ഇവിടെ എറർ ആവുന്ന സമയത്ത് ലോഗിൻ ഫെയിൽഡ്, അതായത് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ബാക്ക് എൻഡ് വരുന്ന റെസ്പോൺസ്, അതേ ഡോട്ട് മെസ്സേജ്, ഇത് മേ ബി ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അൺഡിഫൈൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ഫെയിൽഡ് എന്നുള്ള ഒരു വാല്യൂ ബൈ ഡിഫോൾട്ട് എടുക്കും. ഷോർട്ട് ടോസ്റ്റിനകത്ത് മെസ്സേജ്, അവിടുന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണോ അത്, അല്ലെങ്കിൽ ലോഗിൻ ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് ഇവിടെ കാണിക്കും. എറർ ആയിട്ടാണ് ഷോ ചെയ്യിക്കുക. അതിനാണ് ഇവിടെ എറർ എന്ന് കൊടുക്കുന്നത്. ഇവിടെ ബൈ ഡിഫോൾട്ട് സക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് മെസ്സേജ് കാണിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, പിന്നെ ഈ ഓൺ എറർ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ. ഓക്കെ, എറർ. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മള് കാണിക്കുന്ന ഫീൽഡില് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ എറർ എന്നുള്ള മെത്തേഡിലേക്ക് ഈ ഒരു മെസ്സേജ് സെറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്കിനി നെക്സ്റ്റ് ഇത് ഈ മെത്തേഡ് കോൾ ചെയ്ത പേജിലിട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ഇതിന്റെ യൂസേജ് വരുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് പാസ് ചെയ്തു. ഓക്കെ, എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ എറർ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യൂവിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സ്റ്റേറ്റിലെ വാല്യൂ എത്തുന്നതിനനുസരിച്ച് ഇവിടെ കണ്ടില്ലേ എറർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എററോടെ ഒരു റെഡ് കളറിലൊക്കെ അവിടെ കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഏരിയ സിനാരിയോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടും. സപ്പോസ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എറർ കാണിക്കാം. ഇവിടെ ഉണ്ടോ നോ യൂസർ ഫോൺ പ്ലീസ് രജിസ്റ്റർ, ഈ സെയിം മെസ്സേജ് തന്നെയാണ് നമ്മൾ ഈ എറർ ഈ ഫോമിനകത്തും കാണിക്കുന്നത്. ഇത്രയും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. രജിസ്റ്റർ പേജ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് വെറുതെ ഡമ്മി ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മളെ പ്രോജക്റ്റിനനുസരിച്ച് മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കാറ്റഗറിയാണ്. കാറ്റഗറിനകത്ത് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് TSX പോകാം. ഓക്കെ, ഇതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ, ആദ്യം ഡിസൈൻ എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്ന കമ്പോണൻസ്, അതിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പേജിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് റീയൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഈ എൻ്റെ കാറ്റഗറി ലിസ്റ്റ്, കേർഡ് ഓപ്പറേഷൻസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്താണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ config.ts ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇമ്പോർട്ട് ടൈപ്പ് കാറ്റഗറി, API റെസ്പോൺസ് ടൈപ്പ്, API റെസ്പോൺസ്, ഇതൊക്കെ കോൺഫിഗ് എന്നാണ് വരുന്നത്. അതായത് ഈ ഫയലിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ക്ലാസ് ഇന്റർഫേസ് ജസ്റ്റ് ഇതിന്റെ ടൈപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ
ഡിഫോൾട്ട് API ഇതാണ് നമ്മളെ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന API റെസ്പോൺസ് സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് കാറ്റഗറി API റെസ്പോൺസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇത് ഈ ഒരു സിമിലർ സ്ട്രക്ചർ ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. മേ ബി ഇത് കോമൺ ആക്കി വെക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഓരോ ഫോമിനനുസരിച്ച് മേ ബി ചിലപ്പോൾ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പൊ നമുക്ക് ആ സമയത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇത് കോമൺ ആക്കിയിട്ട് വെക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. പിന്നെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ ലോജിക് ആണ്, ഫിൽറ്റർ ചെയ്യുന്ന പാരാമീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഡിഫോൾട്ട് ഫിൽറ്റർ ജസ്റ്റ് നോക്കിയാൽ മതി. ഡിഫോൾട്ട് ഫോം ഇതൊക്കെയാണ് ഫോമിൽ വരുന്ന എലമെന്റ്സ്. സ്റ്റാറ്റസ് ഓപ്ഷൻസ്, പാരന്റ് ഓപ്ഷൻസ്, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തു എന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും സ്പേസ് ഈ ഒരു 85 ലൈൻസ് ഓഫ് ലൈന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ഈ ഒരു index.tsx വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളെ ഇവിടുത്തെ ലൈന് വീണ്ടും ഇതിന്റെ കൂടെ പ്ലസ് 85 കൂടെ വരും. ഇതൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് മോഡ്യൂളറൈസ് ആക്കി വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ലൈൻ ഇവിടെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതൊക്കെ അതേപോലെ ഓരോന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതും സെയിം ആണ് കേട്ടോ. കാറ്റഗറി API ഇതൊക്കെ ഇതിൽ നിന്ന് തന്നെ, ഈ സെയിം ഫയലിൽ നിന്ന് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതില് ജസ്റ്റ് ഫോമൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത്, ഐ മീൻ ഇതില് ഡിസൈൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഹെഡ് H1 ടാഗ് കൊടുത്തിട്ടുണ്ട്. H1 ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ H1 ടാഗ് എന്ന് പറയുന്നത് ഇതാണ് ഈ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ H1 ടാഗ് എന്ന് പറഞ്ഞത് ഇത് അതിനകത്ത് മാനേജ് പ്രോഡക്റ്റ് കാറ്റഗറി ആൻഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ലോജിക്ക് ഇതൊക്കെ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. നെക്സ്റ്റ് പേ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അതേപോലെ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇത് കണ്ടില്ലേ, ഈ സ്റ്റേറ്റ് ഒക്കെ ഇതിൽ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൾക്ക് ഡിലീറ്റ് ഇതൊക്കെ ഓട്ടോമാറ്റിക് നമുക്ക് ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഡിലീറ്റ് കാറ്റഗറി എന്നുള്ളത് പകരം ഡിലീറ്റ് കാറ്റഗറി എന്നുള്ള യൂട്ടിൽസിനകത്ത് ഡിലീറ്റ് എന്താണോ നമ്മളിപ്പോൾ പുതിയ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബ്രാൻഡ്, ഇവിടെ ബ്രാൻഡ് എന്നുള്ള പേര് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം സിമിലർ ഫങ്ഷനാലിറ്റി ആണ്, വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല, ജസ്റ്റ് റീനെയിമിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സാധനം കോപ്പി എടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി. ആഡ് കാറ്റഗറി എന്നുള്ളത് മാറ്റിയിട്ട് ആഡ് ബ്രാൻഡ് എന്നാക്കുക. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ് വരിക. അപ്പോൾ ഈ ഒരു പേജ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ കാറ്റഗറി യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊരു ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ബ്രാൻഡിന് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് പോലെ ഇതുപോലെ ബ്രാൻഡിന്റെ ഇന്റർഫേസ് അതിൽ സെറ്റ് ചെയ്യുക. അത്രയും ഇതിൽ ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ബേസിക്കലി നമുക്ക് സെലക്ഷന് വേണ്ടി ഇതിനൊക്കെയാണ് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വരുന്ന സെലക്ടർ ID ഡോട്ട് ലെങ്ത്. ഓക്കെ, ലെങ്ത് അതായത് ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടന് ഡിലീറ്റ് ബട്ടൺ ഇവിടെ പോപ്പ് ആവുന്നുണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോജിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ല ഈ സെലക്ടഡ് IDസിൽ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടൺ അവിടെ കാണിക്കുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്നിട്ട് ഹാൻഡിൽ ബൾക്ക് ഡിലീറ്റ് ഉള്ള മെത്തേഡിലേക്ക് സെലക്ടഡ് ID എല്ലാ സെലക്ടഡ് ID വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് കാറ്റഗറീസ് എന്നുള്ള ലോജിക്ക് കോൾ ആവും. ഇവിടെ എന്താണ്, ഇവിടെ ഓൾറെഡി നമ്മൾ IDs ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ചൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആക്കി ഡയറക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ബാക്ക് എൻഡിലോട്ട് ഡിലീറ്റ് റിക്വസ്റ്റ് പാസ് ചെയ്യും. ഡിലീറ്റ് റിക്വസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി എന്നുള്ള രീതിയിൽ നമുക്കൊരു ടോസ്റ്റ് മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ അതിനാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലേ ഷോർട്ട് ടോസ്റ്റ് മെസ്സേജ്, ഡാറ്റ അവിടുന്ന് മെസ്സേജ് എന്താ കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഡിലീറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ ഡാറ്റ വരും. വൺസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ടഡ് IDs ഒക്കെ സീറോ ആക്കി വെക്കുന്നുണ്ട്, അതായത് സെലക്ഷൻസ് ഒക്കെ സീറോ ആക്കി വെക്കുന്നുണ്ട് എന്നർത്ഥം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ഉണ്ടാവില്ല, പക്ഷെ ആ ഡാറ്റന്റെ ഇത് സെലക്ഷൻ സീറോ ആക്കുന്നുണ്ട്. പിന്നെ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ഡാറ്റ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ API കോൾ ആണ്. പിന്നെ API കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എൻഡിന് അറിയില്ല ഡാറ്റ പോയോ ഇല്ലേ എന്നുള്ളത്. ജസ്റ്റ് ബാക്ക് എൻഡ് ആയിട്ട് ഒന്നും കൂടെ ഫെച്ച് ചെയ്ത് നോക്കുകയാണ്
അപ്പോൾ ബാക്കിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഡിലീറ്റ് ആയി എന്നുള്ളൊരു വ്യൂ അല്ലേ നമുക്ക് കാണിക്കുക. അപ്പോൾ അതിനാണ് ഗെറ്റ് ഡാറ്റ. ബൈ ഡിഫോൾട്ട് ഇനീഷ്യലി ഇങ്ങോട്ട് വരുമ്പോഴും ഗെറ്റ് ഡാറ്റ വർക്കാവും, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗെറ്റ് ഡാറ്റ എല്ലാ മെത്തേഡ് വർക്കാവും. അപ്പോൾ ബാക്കി ആ ഗെറ്റ് ഡാറ്റ എന്നുള്ള മെത്തേഡ് വർക്കാവുന്നതിനനുസരിച്ച് സ്റ്റേറ്റിന്റെ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാവും, എ പി ഐ ഡാറ്റ. ഓക്കെ, ഈ എ പി ഐ ഡാറ്റ എന്നുള്ള സ്റ്റേറ്റിലുള്ള ഡാറ്റ എന്താവും, എം ടി ആവും. ഓക്കെ, ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് എം ടി ആണെങ്കിൽ, ഒന്നാം ഡിലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരെണ്ണം മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അവിടെ കാണിക്കും. ഓക്കെ, ഈ എ പി ഐ ഡാറ്റയിലുള്ള ഡാറ്റയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ ഡാറ്റ ടേബിൾ എന്നുള്ളതിനകത്ത് പാസ് ചെയ്തിട്ട് അതാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഈ കാണുന്നതൊക്കെ എ പി ഐ ഡാറ്റ എന്നുള്ളൊരു സ്റ്റേറ്റിലത്തെ ഡാറ്റയാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നിട്ടുള്ളത് ഡാറ്റ ടേബിൾ ആണ്. ഡാറ്റ ടേബിൾ നമ്മൾ കമ്പോണന്റിൽ ഓൾറെഡി ജസ്റ്റ് പരിചയപ്പെട്ടാണ്. നമുക്ക് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് 1 by 1 ആയിട്ട് പോവാം. ഓക്കെ, നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഒരു ബട്ടൺ ഇവിടെ ഓൾറെഡി നമ്മുടെ ടെംപ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാത്താണ് പ്രോഡക്റ്റ് കാറ്റഗറി /create എന്ന് പറഞ്ഞൊരു പാത്ത്. ഈ പാത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിലോട്ട് പോകും. അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടോ പാത്ത്, നാവിഗേഷൻ പാത്ത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പാത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ പാത്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൗട്ട്. ഇത് നമ്മൾ പറഞ്ഞില്ല ശരിക്കും, നമ്മൾ ഫസ്റ്റ് app.tsx ആണ് പറയേണ്ടിരുന്നത്. ഓക്കെ, നമ്മളെ പ്രോജക്റ്റിന്റെ എൻട്രി പോയിന്റ് ആണ് ഈ ഒരു app.tsx എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ബ്രൗസർ, റൗട്ടർ, ഓത്ത് പ്രൊവൈഡർ ഇതൊന്നും ഇപ്പൊ നോക്കണ്ട, അതൊക്കെ ഓൾറെഡി സ്ട്രക്ചറിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പുതിയ ഒരു കാറ്റഗറി, അടുത്ത ബ്രാഞ്ച് എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഐ മീൻ ബ്രാൻഡ് എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കോപ്പി എടുക്കുക, ഇവിടെ വേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുന്ന പേജിന്റെ പാത്താണിത്, ക്രിയേറ്റ് ചെയ്യുന്ന പേജിന്റെ പാത്താണിത്, എഡിറ്റ് ചെയ്യുന്ന പേജിന്റെ പാത്താണിത്. ഓക്കെ, പിന്നെ സൈഡ് നാവിൽ നമ്മൾ കുറച്ച് എലമെന്റ്സ് കൊടുക്കും. ആ എലമെന്റ്സ് ക്ലിക്ക് ചെയ്താലും ഇതിലോട്ടൊക്കെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ സൈഡ് നാവിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ പോലും നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ URL ഡയറക്റ്റ് ഈ ഒരു ഇത് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കറസ്പോണ്ടിങ് കമ്പോണന്റിലേക്ക് ആക്സസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പ്രൊജക്ട് കാറ്റഗറി ആണ്. ഇവിടെ ബ്രാൻഡ് കൊടുക്കുമ്പോൾ ബ്രാൻഡിന്റെ കറസ്പോണ്ടിങ് പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. പ്രോഡക്റ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബ്രാൻഡ് എന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രാൻഡ്/ക്രിയേറ്റ്, ബ്രാൻഡ് എഡിറ്റ് ചെയ്യുമ്പോൾ ബ്രാൻഡ്/edit/slug. ഓക്കെ, ഇതേ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. അപ്പോ പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, ഓക്കെ, ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് രണ്ടും സെയിം പേജ് ആണ്. അതായത് പ്രോഡക്റ്റ് കാറ്റഗറി ഡീറ്റെയിൽസ് പേജ്, പ്രോഡക്റ്റ് കാറ്റഗറി ഡീറ്റെയിൽസ് പേജ്, ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ രണ്ട് ഡിഫറെന്റ് പാത്തിൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഡിഫറെന്റ് പാത്തിലൂടെ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫംഗ്ഷനാലിറ്റി ഇതിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രോഡക്റ്റ് കാറ്റഗറീസ് പേജ്, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേജ്. ഇതിനകത്ത് കാറ്റഗറി എന്നുള്ള ബട്ടൺ ആഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. റൗട്ടിൽ പോയിട്ടാണ് ആ കറസ്പോണ്ടിങ് പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നത്. ഇത്രയും സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെർച്ച് ബാർ, ഫിൽറ്റർ മൊഡാല് നമ്മൾ ഓൾറെഡി ഒരു കമ്പോണന്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആ കമ്പോണന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെർച്ച് ബാർ, നമ്മൾ ആ സെർച്ച് ചെയ്യുന്ന ഒരു ഫീൽഡിനാണ് സെർച്ച് ബാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പേജ്, സെർച്ച് ബാർ, ഇത് ഫിൽറ്റർ കമ്പോണന്റ് മോഡാല്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ടേബിൾ ആണ്. ഓക്കെ, ഇതൊരു കമ്പോണന്റ് ആണ്. ആ ഡാറ്റ ടേബിളിലേക്കുള്ള കമ്പോണന്റ് നമ്മൾ API ഡാറ്റ ഡോട്ട് റിസൾട്ട്, നമ്മളെ APIന്റെ ഫോർമാറ്റ് തന്നെ ഒരു ഒബ്ജക്റ്റ്, അതിനകത്ത് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ ഫോർമാറ്റ് വരിക. അപ്പൊ അത് ആ ഡാറ്റ അങ്ങനെ അതിനോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അത് ചെയ്തോളും. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, കൗണ്ട്, നെക്സ്റ്റ്, പ്രീവിയസ്, റിസൾട്ട്, ഇതാണ് ഈ ഡാറ്റ ഡയറക്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അറേ, അതായത് ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു അറേ ഉണ്ടല്ലോ, കാറ്റഗറി ഡാറ്റന്റെ ഈ ഒരു അറേ, ആ അറേയാണ് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം അത് ചെയ്തോളും. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ, നമ്മൾ ഏതെങ്കിലും ID സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് വർക്കാവും. പിന്നെ ആക്ഷൻ കോളം, ആക്ഷൻസ്, നമ്മുടെ ബട്ടൺ നടക്കുന്ന ഓപ്പറേഷൻസ്, എഡിറ്റ് ആണോ ഡിലീറ്റ് ആണോ, ഈ ഒരു ഓപ്ഷൻസിനൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണന്റ് ആണ് ഇത് കൊടുത്തിട്ടുണ്ടാവുക. എഡിറ്റ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് പോകണം, ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നൊക്കെ
അതൊക്കെ ഷോർട്ടാക്കി ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേർഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. മെയിൻലി ഈ കാറ്റഗറി ഞാൻ റെഫർ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇവിടെ ജസ്റ്റ് ഡീറ്റെയിൽസ് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. അതൊക്കെ അവിടെ കിടന്നോട്ടെ. പിന്നെ ഹാൻഡിൽ ഡിലീറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെ കാറ്റഗറി പേജിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വർക്ക് ആവുക. ഓക്കെ, കാറ്റഗറി ഐ ഡി ഇവിടെ നമ്മുടെ ബ്രാൻഡ് ആകുമ്പോൾ ബ്രാൻഡ് ഐ ഡി ബ്രാൻഡ് നെയിം എന്നുള്ള രീതിയിൽ വരുന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ ആക്ഷൻസ് ഈ ഒരു സെക്ഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ സെലക്ടഡ് ഐഡി ഏതൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ഐഡീസ് നമുക്ക് ടേബിളിൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് സെലക്ഷൻ ചെയ്യുമ്പോഴും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൾറെഡി കണക്റ്റഡ് ആണ്, നമുക്ക് അവിടെ ഒന്നും അഡീഷണൽ വർക്കൊന്നുമില്ല. ബേസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇതിന്റെ കോപ്പി ചെയ്യുക, അതായത് പുതിയൊരു മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ജസ്റ്റ് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. പുതിയൊരു ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇനി ഡാഷ്ബോർഡിലാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്, അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ 1 by 1 ആയിട്ട് ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന പോർഷൻസ് ഫോക്കസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളെ കറക്റ്റ് ചെയ്യുക. സെർച്ച് വർക്ക് ആവുണ്ടോ, ഫിൽറ്റർ വർക്ക് ആവുണ്ടോ, എഡിറ്റ് ആകുമ്പോൾ എഡിറ്റിലേക്ക് പോകുന്നുണ്ടോ, അതൊക്കെ വർക്ക് ആവുണ്ടോ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത് എഡിറ്റ് പേജിലേക്ക് പോവുക, അതായത് ഡീറ്റെയിൽസ് പേജിലേക്ക് പോവുക. ഡീറ്റെയിൽസ് പേജിലോട്ട് പോകുമ്പോൾ ഇവിടെയാണ് ആഡും എഡിറ്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ലോജിക് ആണ് ഇവിടെ കിടക്കുന്നത്. കുറച്ച് ലെങ്തി ആണ്, കാരണം രണ്ട് മെയിൻ ഫങ്ഷനാലിറ്റി ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഹെഡർ സെക്ഷൻ ആണിത്, അതിന്റെ ഫോം സെക്ഷൻ ആണിത്. ഫോമിനകത്ത് ബേസിക്കലി കമ്പോണൻസ് ഉണ്ടാവും. കാർഡ് കമ്പോണന്റ് ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് ഇൻപുട്ട്, കുറെ ടെക്സ്റ്റ് ഇൻപുട്ട് കമ്പോണൻസ് ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോ നെയിം കാറ്റഗറി നെയിമിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ ബാക്ക് എൻഡ് ഫീൽഡിന്റെ നെയിമാണ് ഇവിടെ വരിക. ഓക്കെ, അത് സ്ലഗ് ബാക്ക് എൻഡിൽ നമ്മൾ സ്ലഗിന്റെ കറസ്പോണ്ടിങ് ഫീൽഡാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഉള്ളത് മാത്രം കൊടുത്താൽ മതി. എല്ലാം ഇതേപോലെ തന്നെ ഐക്കോണെല്ലാം ബാക്ക് എൻഡ് സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഡ്രോപ്പ് ഡൗണിലേക്ക് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് പാസ് ചെയ്യണുണ്ട്. പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സെറ്റ് പേജ് പാരന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് എന്തോ ഒന്നിന്റെ റെസ്പോൺസ് ഡാറ്റ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസ് ഡാറ്റ എവിടെ നിന്നാണ് കാറ്റഗറി API കോൾ ചെയ്തിട്ട് അതിന്റെ കിട്ടുന്ന ഡാറ്റയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഡൗണിലേക്ക് വാല്യൂസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഫീൽഡും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ റിലേറ്റഡ് ഫങ്ഷനാലിറ്റി ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഈ ലേബല് അതുപോലെ തന്നെ ഈ നെയിം, ആ നെയിം തന്നെ ആയിരിക്കണം ഇവിടുത്തെ നെയിം. ആ രീതിയിൽ ചേഞ്ചസ് വരുത്താവുന്ന ചേഞ്ചസേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരെണ്ണം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒക്കെ സിമിലർ ലോജിക് തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് ടൈപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇൻപുട്ട് ടൈപ്പ് ആണ്, അത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഇത് നമ്മുടെ ഐക്കൺ ഇമേജ് പ്രിവ്യൂ, ഇമേജ് ഇൻപുട്ട്. ഓക്കെ, പിന്നെ ഇമേജ് ഇൻപുട്ട് എന്നൊക്കെ മനസ്സിലായില്ലേ? 1 by 1 ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ അഡീഷണൽ ഫീൽഡ് വരുന്നതേ ഉള്ളൂ. ഇത് ടെക്സ്റ്റ് ഏരിയ, അതാണ് ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ടോഗിൾ സ്വിച്ച് ഒന്ന് ഡിലീറ്റിനും ഒന്ന് ഈസാക്റ്റീവ് നല്ലത്, രണ്ട് ടോഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ രണ്ട് സാധനം. പിന്നെ നമ്മുടെ സെലക്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് സെലക്ടർ എന്നൊരു പേര് നമ്മൾ കൊടുത്തിട്ടില്ല, ലിസ്റ്റ് പിക്കർ. ഓക്കെ, ലിസ്റ്റ് പിക്കർ ആണിത്. ഇതിലേക്കൊക്കെ നോക്കി അതിൽ നോക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഫങ്ഷനാലിറ്റീസ് ഒക്കെ നമുക്ക് ഈ ഒരു പേജിൽ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ ഓൺ സെലക്ട് അലോ മൾട്ടി സെലക്ട് മൾട്ടിപ്പിൾ സെലക്ഷൻ പറ്റും എന്നുള്ളത്, ഇതൊക്കെ ഓരോ ഓപ്ഷൻസ് ആണ്. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇവിടെ കണ്ടോ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ഓള്, പിന്നെ സെർച്ച് ഡൺ, ഇതിന്റെ ഉള്ളിൽ കുറെ ലോജിക് ഉണ്ട്. ആ ലോജിക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന പരിപാടികളാണ് ഇത്. ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഓരോന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാം കൂടെ ഇപ്പൊ ഗോ ത്രൂ ചെയ്യാന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം മേ ബി നല്ലോണം എടുക്കും. ഓക്കെ, പിന്നെ ക്യാൻസൽ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ബാക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. നമുക്ക് അഡീഷണൽ ആയിട്ട് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കുറെയൊക്കെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്,
കോമൺ ഫങ്ഷൻസിലേക്കും യൂട്ടിൽ ഫങ്ഷൻസിലേക്കും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇതിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈമിനനുസരിച്ച് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇടണ്ടേ, എന്നിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നോളജ് വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ചെയ്യാം. വല്ലാണ്ട് സ്ട്രെച്ചേർഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരെ നോളജ് ഉണ്ടാവില്ല, ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലേക്കൊന്നും ഒരു ഐഡിയ കിട്ടൂല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. സ്ക്രാച്ച് എന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒന്ന് സ്പീഡാക്കിയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ആ സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ സെൽഫായിട്ട് സ്ട്രക്ചർ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി കുറെ എറേഴ്സ് ഫേസ് ചെയ്യും. ആ എറേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ അപ്പോഴാണ് ഓരോ പ്രൊജക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ 3, 6, 1 കൊല്ലം 2 കൊല്ലം ഒക്കെ എടുക്കുന്നത്. അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് പ്രോപ്പറായിട്ട് ആ സ്ട്രക്ചറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പീഡായിട്ട് ഈ പ്രൊജക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് index.tsx യൂസ് ചെയ്യുന്നത്. ആഡ് എഡിറ്റിന് details.tss യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോൺഫിഗറേഷന് വെച്ചിട്ടാണ് ഈ ഒരു കാറ്റഗറിന്റെ ഈ ഒരു മൊഡ്യൂളിന്റെ കംപ്ലീറ്റ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ config.ts എന്നാണ് ഇതിലേക്ക് പാസ് ചെയ്യുന്നത്. util.ts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു മൊഡ്യൂളിന് വേണ്ട കോമൺ ഫങ്ഷൻസ്. ഇതിലിപ്പോൾ കുറെ ഫങ്ഷൻസ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് utils.ts മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാറ്റഗറിന്റെ ഒരു ഓവർവ്യൂ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബാക്ക് എൻഡിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിചാരിക്കുന്നുണ്ട്. ഫങ്ഷൻസിലൂടെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ടേബിൾ കോളം, ഇത് നമ്മുടെ ടേബിൾ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പ്രോപ്പായിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഡാറ്റ ടേബിള്. ഇതിലേക്ക് കോളം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടുന്നാണ്, ഇതാണ് നമ്മൾ ആക്ച്വലി കോളം എന്ന് പറയുന്നത്. ഇതില് നമ്മൾ എന്ത് ഹെഡർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഹെഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഇതിലേക്കുള്ള എഡിറ്റിന്റെ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റോ ഡോട്ട് പാരന്റ്, ഇതെന്താ, നമ്മുടെ കാറ്റഗറിന്റെ പാരന്റ്. ഇവിടെ പാരന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാരന്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റൂട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഷോ ചെയ്യാൻ. അതായത് നമ്മൾ ഈ ഇതിലെ ടേബിളിലുള്ള ഓരോ ഹെഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഫീൽഡ് ഉണ്ടല്ലോ, ആ ഫീൽഡിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ള കൈൻഡ് ഓഫ് ഫോർമാറ്റിങ്ങും ഡാറ്റ ഫോർമാറ്റിങ്ങും കാര്യങ്ങളും, ഡേറ്റ് ഫോർമാറ്റ് ചെയ്ത് കാണിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ കോളത്തിന്റെ കറസ്പോണ്ടിങ് ഈ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ കോളംസ് ഇങ്ങനെ റെൻഡർ ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ലോജിക്കാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ നമ്മളെ ഇതൊക്കെ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്തോ, കാരണം ഇതൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്തുണ്ടായത് എന്താ വെച്ചാല് നമ്മുടെ ബാക്ക് എൻഡും കപ്പിൾഡ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ പേജ് ലോഡ് ചെയ്യണം, ഏതൊക്കെ പേജിലേക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ അതിനനുസരിച്ച് ലോജിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും കോൺഫിഗർ ചെയ്തിട്ട് മൂവ് ചെയ്യാവുന്നുള്ളൂ. മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഈ ഡിഫോൾട്ട് ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് വരുന്നതാണ്, നമ്മുടെ കോൺഫിഗ് ഫയലിൽ നിന്ന് എടുത്ത് വരുന്ന സ്ട്രക്ചറാണ് ഇതാണത്. അതുപോലെ തന്നെ API ഡാറ്റ, സെറ്റ് API ഡാറ്റ, നമ്മൾ കാറ്റഗറി ഡീറ്റെയിൽസ് ഫുള്ള് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് API എന്നുള്ള മെത്തേഡ് ഫസ്റ്റ് ടൈം കോൾ ചെയ്യും. എന്നിട്ട് അത് ഇത് വെച്ചിട്ട് അവിടെ നമ്മുടെ വ്യൂവിൽ ലോഡ് ചെയ്യിപ്പിക്കുന്നു. ഇത് നമ്മുടെ UI ലോഡ് ചെയ്യാണ്, സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ. നമ്മുടെ പ്രൊജക്റ്റിന്റെ ഫിൽട്ടർ, ഈ ഫിൽട്ടർ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫിൽട്ടർ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽഡാണ് ഇത്. കാറ്റഗറി ഫെച്ച്ഡ്, അതായത് നമ്മുടെ ഓൾറെഡി ഒരു റെഫറൻസ് കീപ്പ് ചെയ്യാനാണ്. എന്താ വെച്ചാൽ നമ്മുടെ റിയാക്ട് കാണുമ്പോൾ ഓരോ കമ്പോണന്റ് റെൻഡർ ചെയ്യുമ്പോഴും മേ ബി നമ്മുടെ ഈ സ്റ്റേറ്റ് ഒക്കെ വർക്ക് ആവും. അപ്പോൾ സ്റ്റേറ്റ് വർക്ക് ആകുമ്പോൾ API കോളും ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് വർക്ക് ആവും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോജിക്ക് സെറ്റ് ചെയ്തേ ഉള്ളൂ. ഓൾറെഡി ഫെച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഫെച്ച് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതൊക്കെ അവിടെ കടന്നോട്ടെ, നമുക്ക് ചേഞ്ചസ് എത്തേണ്ട ആവശ്യമില്ല. ഗെറ്റ് ഡാറ്റ എന്നുള്ളതിലാണ് പിന്നെ ചേഞ്ച് വരിക. അതിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കാര്യപ്പെട്ട ചേഞ്ച് ഒന്നും ഇല്ല. അതായത് ഇതിലെന്താന്ന് വെച്ചാൽ നമ്മളെ പാത്ത് മാറ്റുക. ഈ കാറ്റഗറി API എന്നുള്ളത് മാറ്റിയിട്ട് ബ്രാൻഡ് API എന്നുള്ള പാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഇതൊക്കെ അവിടെ കിടന്നോട്ടെ, ഇതിലൊന്നും ചേഞ്ചസ് വരുത്താനില്ല. അങ്ങനെ പാത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഓക്കെയാണ്. ഈ കാറ്റഗറി എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ബ്രാൻഡ് എന്നുള്ള രീതിയിലാക്കണം. ഓക്കെ, ഹാൻഡിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ വർക്കാവുന്ന ഫംഗ്ഷനാണിത്. ബൾക്ക് ഡിലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ വർക്കാവുന്ന ഫംഗ്ഷനാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുള്ളൂ. ഡീറ്റെയിൽ ഫംഗ്ഷനിലാണെങ്കിൽ നമുക്കിനി ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ അവിടെ കിടന്നോട്ടെ, ഇതൊന്നും മൈൻഡ് ആക്കണ്ട. സെറ്റ് ഫോം, ഇതാണ് നമ്മളെ ഫോം ഡാറ്റ. നമ്മൾ ലോഡ് ചെയ്യുമ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിലേട്ടാണ് വാല്യൂസ് ഇനീഷ്യലി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പാരന്റ് ഓപ്ഷൻസ്, ഇത് നമ്മളെ ഡ്രോപ്പ് ഡൗണിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ലിസ്റ്റ് പിക്കർ സ്റ്റേറ്റ്, ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് പിക്കർ നമ്മൾ വേറെ എവിടെയെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അവിടെ റീയൂസ് ചെയ്യണം. പിന്നെ യൂസർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിക്കണമെങ്കിൽ, അതായത് ഈ ക്രിയേറ്റ് മുന്നേ നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞല്ലോ, ഓൾറെഡി ലോഡ് ആയിക്കണമെങ്കിൽ വീണ്ടും ലോഡ് ആവണ്ട എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണിത്. ഫെച്ച് പാരന്റ് ഓപ്ഷൻസ്, നമ്മുടെ ഡ്രോപ്പ് ഡൗൺ, ഒരു കാറ്റഗറി ഡ്രോപ്പ് ഡൗൺ ഇതിന്റെ ഫോമിൽ വരുന്നുണ്ടല്ലോ, ആഡ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഡ്രോപ്പ് ഡൗണിലേക്കുള്ള ഡീറ്റെയിൽസ് ആണിത്. ഓക്കെ, അപ്പോൾ അത് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു API കോൾ ആണ്. ആ API ഇവിടെ കോള് പോകുന്നുണ്ടാവും. API റിക്വസ്റ്റ് പോയി ഇതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡാറ്റ ഇവിടെ സെറ്റ് പാരന്റ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫെച്ച് പിക്കർ ഡാറ്റ എന്ന് പറഞ്ഞത് നമ്മുടെ ഇതിനകത്തേക്കുള്ള ഡാറ്റ, ഈ ഡാറ്റയാണ് ഫെച്ച് പിക്കർ ഡാറ്റ. അതും സെയിം ആണ് ആക്ച്വലി. ഇതിൽ ഓടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിട്ട് വർക്ക് ആയിക്കോളും. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. വേറെ വേറെ പേജിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് എൻഡ് പോയിന്റ് മാറ്റിയാൽ മതി. അപ്പോൾ സെയിം പേജിൽ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ API കോളിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഈ റിസൾട്ട് ഈ ഒരു സ്റ്റേറ്റിലേക്കും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങനെ വർക്ക് ആയിക്കോളും. പിന്നെ ഇത് എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫംഗ്ഷൻ കോൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. പിന്നെ ഹാൻഡിൽ പിക്കർ ഓപ്ഷൻ, ഇതൊക്കെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. വേറെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ലോഡ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ കമ്പോണന്റ് ലെവലിൽ മൂവ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ആക്ച്വലി നിനക്കിപ്പോൾ ഇതിന്റെ യൂസേജ് വരുന്നില്ല, നീ അത് ആവശ്യമില്ലാത്തത് ഇപ്പോൾ ടേക്കപ്പ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ ഫെച്ച് കാറ്റഗറി, നമ്മളെ കാറ്റഗറി ഡാറ്റ ലോഡ് ചെയ്യുന്ന API ആണ്. വൺസ് ഡാറ്റ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിലേക്ക് ആ ഡാറ്റ കറസ്പോണ്ടിങ് ഫീൽഡിലേക്ക് ഡാറ്റ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മുടെ ഫോമിൽ വിസിബിൾ ആവും. ഓക്കെ, പിന്നെ നമ്മുടെ ലോജിക്ക് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് പേജിലേക്കാണ് നാവിഗേറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് യൂസേഴ്സിന് ഒരു ഡിഫറൻസും ഫീൽ ചെയ്യില്ല. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ അവിടെ കീപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി അതല്ലാന്നെങ്കിൽ ഇവിടെ വീണ്ടും പുതിയൊരു ക്രിയേറ്റ് ബട്ടൺ വരും. സപ്പോസ് ക്രിയേറ്റ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ എഡിറ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും വീണ്ടും സേവ് ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ഡേറ്റ് ആണ് നടക്കുക. ഇവിടെ എന്തോ എറർ അടിക്കുന്നുണ്ട്. ഓക്കെ, കാറ്റഗറി ആപ്പ് ഡോട്ട് സ്ലഗ്, അതായത് മേ ബി സെയിം സ്ലഗിലേക്ക് സെയിം ഡാറ്റ വീണ്ടും സ്ലഗിൽ വന്നു എന്നാണ് പറയുന്നത്. മേ ബി അത് എന്തോ കൈൻഡ് ഓഫ് എറർ ആണ്. നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആക്ച്വലി ID പാസ് ആയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ വീണ്ടും പുതിയത് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് എറർ വരുന്നത്. ഓക്കെ, അതായത് എന്താന്ന് വെച്ചാൽ നമ്മളെ ലോജിക് എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ID പാസ് ചെയ്യണ്ട, അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ID പാസ് ചെയ്യണം. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എറർ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള പ്രൊജക്റ്റിലാണ് ഫിക്സ് ഇട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ചെറിയ എററാണ്. ഇത് തൽക്കാലം ഇഗ്നോർ ചെയ്തോ. ഇത് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇതിപ്പോ വൺസ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് ആ ഒരു
വേറെ ആ ഒരു ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഉടനെ ഈ ഒരു പേജിലേക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് അത്. മുന്നേ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരു ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അത് ഗ്രാജുവലി ഞാൻ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിപ്പോ മൈൻഡ് ആക്കണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് വർക്ക് ആവുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കേർഡ് ഓപ്പറേഷൻസ്. ഇതിൽ നമുക്ക് നോളേജ് വേണ്ടത് സ്റ്റേറ്റിനെ പറ്റി നോളേജ് വേണം, പ്രോജക്റ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് റീഡയറക്ട് ചെയ്ത് പോകുന്നതിനെ പറ്റിയുള്ള ഒരു നോളേജ് വേണം നമുക്ക്. ഓരോ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ, ഒരു ഐഡിയ വേണം. അതായത് കോൺഫിഗിൽ എന്താണ്, ഡീറ്റെയിലിൽ എന്താണ്, ഇൻഡെക്സിൽ എന്താ, യൂട്ടിൽസിൽ എന്താ, ഈ ഓരോ സ്ട്രക്ചറിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ സംസാരിക്കാൻ. വേറെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇട്ടിട്ട് ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ അതിലുള്ള റെസ്പോൺസ് തരുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.